കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ബി.ജെ.പി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നേരിടുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും, വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഇത്തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും, ഭരണം പിടിക്കും, എം.എൽ.എമാരെ സൃഷ്ടിക്കും, എം.പിമാരെ സൃഷ്ടിക്കും, അക്കൗണ്ട് തുറക്കും എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ അവർ ഉയർത്താറുണ്ട്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമാണ്. 2016 ബി.ജെ.പി ചരിത്രത്തിലാദ്യമായിട്ട് കേരള നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവര് ചരിത്രത്തിലാദ്യമായിട്ട് പാർലമെന്റിലേക്കും ലോക്സഭയിലേക്കും ഒരു അക്കൗണ്ട് തുറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബി.ജെ.പി വീണ്ടും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ്. അവരുടെ പഴയ പടക്കുതിരകളെ തന്നെയാണ് അവർ വീണ്ടും മത്സര രംഗത്തിറക്കുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി നേരിട്ടത് അന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു. അന്ന് സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റുകൾ നേടിയാൽ തങ്ങൾ കേരളത്തിൽ അധികാരം പിടിക്കുമെന്നൊക്കെയാണ്. 35 സീറ്റുകൾ എവിടെ നിന്ന് ജയിക്കുമെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചോദ്യം ഉയർന്നതാണ്. അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. 35 സീറ്റ് പോയിട്ട് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. അപ്പോൾ പിന്നീട് കെ സുരേന്ദ്രന് ശേഷം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റതിന് ശേഷം ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അവരുടെ ഒരു സാധ്യതാ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവർ എ ക്ലാസ് മണ്ഡലമായിട്ട് കരുതുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് നേമം മണ്ഡലം, ഒപ്പം തന്നെ വട്ടിയൂർക്കാവുണ്ട്, പാലക്കാട് മണ്ഡലമുണ്ട്, തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടമുണ്ട്. അത്തരത്തിലുള്ള നിരവധി മണ്ഡലങ്ങളിലെ ഒരു സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ സംസ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ പടക്കുതിരകളെ തന്നെയാണ് ഇത്തവണയും ബി.ജെ.പി രംഗത്തിറക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ പറയുന്ന വി മുരളീധരനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും സി കൃഷ്ണകുമാർ ആണെങ്കിലും എല്ലാവരും നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള നേതാക്കളാണ്. അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന ചുരുക്കം ചില പേരുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു. പിന്നീട് നോക്കുമ്പോൾ ബി.ജെ.പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണി, അദ്ദേഹം തിരുവല്ലയിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ഈ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ പല തവണ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ളവരാണ്. അവരെ തന്നെ വീണ്ടും പാർട്ടി വിശ്വാസം അർപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പേര് 3 ഇടങ്ങളിലായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഒന്ന് കായംകുളമാണ്, മറ്റൊന്ന് ഹരിപ്പാട്, പിന്നീട് പാലക്കാട്. എന്നീ 3 മണ്ഡലങ്ങളിലാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. കെ സുരേന്ദ്രന്റെ പേര് ആദ്യം ഈ വട്ടിയൂർക്കാവിലാണ് പറഞ്ഞത് കേട്ടതെങ്കിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിലല്ല, അദ്ദേഹം സ്ഥിരമായിട്ട് മത്സരിച്ച് തോൽക്കുന്ന മഞ്ചേശ്വരത്ത് തന്നെ നിൽക്കാനാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെ പേരിനെ പരിഗണന നൽകുന്നുണ്ട്. എന്നാൽ ശ്രീലേഖ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിലുള്ള അവരുടെ ആ ഒരു വൈഷമ്യം, പാർട്ടിയോടുള്ള ഒരു ദേഷ്യം, അമർഷമൊക്കെ തന്നെ ഇതുവരെയും മാറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയും ശ്രീലേഖ പറഞ്ഞത് താൻ ഇനി വേറൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല, 5 വർഷത്തേക്ക് താൻ കൗൺസിലറായിട്ട് ജയിച്ചിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ്. മാത്രവുമല്ല, അടുത്തിടയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മേയർ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘം ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ യാത്രയിൽ നിന്നും ആ സ്ത്രീയിലേക്ക് വിട്ടുനിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പറഞ്ഞ ന്യായീകരണം പറഞ്ഞുവെങ്കിൽ പോലും അത് അവര് പാർട്ടിയോടുള്ള ഒരു ഭിന്നത കാരണം പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴക്കൂട്ടത്ത് ആണ് വി മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനു മുൻപും അദ്ദേഹം പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പലയിടത്തു നിന്നും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് എം.ടി. രമേശിന്റെ പേര് തൃശ്ശൂരിലും കോഴിക്കോടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ പലതവണ മത്സരിച്ച് പരാജയപ്പെട്ട നേതാക്കളിൽ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കാനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി നടത്തുന്നത്. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞതാണ്. അത് സംസ്ഥാന വ്യാപകമായിട്ട് അവർക്ക് വലിയ നേട്ടമാക്കാൻ കഴിയുമെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതൊന്നും പറയുന്ന പോലെ വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കളം മാറുകയാണ്. അവിടെ LDFും UDFും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം
നടത്താൻ ഉള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ ചില മിന്നലാട്ടങ്ങൾ ബി ജെ പിക്ക് നടത്താം എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇനിയും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന തുടർച്ചയായിട്ടുള്ള വിവേചനം, അവഗണന, അതൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണം പിടിച്ചപ്പോൾ ദേശീയ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത് നരേന്ദ്രമോദിയെ 40 ദിവസത്തിനകത്ത് തലസ്ഥാനത്ത് കൊണ്ടുവരും, അദ്ദേഹം തലസ്ഥാന നഗരത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും, വമ്പൻ പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം വന്നുപോയി എന്നതല്ലാതെ ഒരു പദ്ധതി പോലും കേരളത്തിന് വേണ്ടിയിട്ടോ തലസ്ഥാനത്തിന് വേണ്ടിയിട്ടോ പ്രഖ്യാപിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായത്. കേന്ദ്ര ബജറ്റിലും ഈ പറയുന്ന പോലെ ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കളെല്ലാം ലൈവായിട്ട് ഈ ബജറ്റ് പ്രഖ്യാപനം കേട്ട് ആഘോഷിക്കാനായിട്ട് കാത്തിരുന്നതാണ്. പക്ഷേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പോലും നിരാശപ്പെടുത്തുന്ന, നാണം കെടുത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. കേരളത്തിന് ഒരു ആമ വളർത്തൽ കേന്ദ്രം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്. കേരളം പ്രതീക്ഷിച്ചിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള ഒരു പദ്ധതികളും കേരളത്തിന് വേണ്ടി ഉണ്ടായില്ല. എടുത്തു പറയത്തക്ക ഒരു വികസന പദ്ധതികളും കേരളത്തിന് വേണ്ടി ധനമന്ത്രി പ്രഖ്യാപിച്ചില്ല. അത്തരത്തിൽ കേരളത്തെ നാണം കെടുത്തിയ ഒരു ബജറ്റായിട്ടാണ് ഇക്കഴിഞ്ഞ യൂണിയൻ ബജറ്റ് മാറിയത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് തുടർച്ചയായിട്ടുള്ള അവഗണന നേരിടുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് എന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. അതിൽ നമുക്ക് കണ്ടെത്താവുന്ന ഉത്തരമെന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായിട്ടൊരു വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. അത്തരത്തിൽ ബി ജെ പിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട് യാതൊരു പ്രതിപത്തിയും കാണിക്കാത്ത, അവരുടെ വർഗീയ ഫാസിസത്തിന് ഒരു സ്ഥലവും ഒരു നുള്ളം സ്ഥലം പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അവരുടെ യാതൊരുവിധ വർഗീയതയും വിലപ്പോകാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അവരുടെ ഈ വർഗീയതയെല്ലാം ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു സംസ്ഥാനം, ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് നിൽക്കുന്നത് കേരളമാണ്. അപ്പോൾ തങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണമുണ്ടാകാത്ത ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് എന്ത് പ്രയോജനം എന്നൊരു ചിന്തയാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത്ഷായെ പോലെ നരേന്ദ്രമോദിയെ പോലെ കുശാഗ്ര ബുദ്ധിയുള്ള നേതാക്കളാണ് ബി ജെ പിയെ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ തങ്ങൾക്ക് എന്ത് ഫലം, തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ചെന്ത് ലഭിക്കും അല്ലെങ്കിൽ എന്ത് ലാഭം ഉണ്ടാകുമെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെയും അമിത്ഷായും പോലെയുള്ള നേതാക്കൾക്ക്. അപ്പോൾ അത്തരത്തിൽ ഇവർ ചിന്തിക്കുമ്പോൾ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊടുത്താൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കന്മാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നിട്ട് പോലും കേരളത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനവും നടത്താതെ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരള ബി ജെ പിയിൽ നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള വിഭാഗീയത, അത് ഈ പറയുന്ന നേതാക്കളെയൊക്കെ തന്നെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, പാലക്കാട് പോലെയുള്ള ജില്ലകളിലെ ബി ജെ പിയിലെ വിഭാഗീയത, അവിടെ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും വലിയ രീതിയിൽ അമർഷം പുകയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സി കൃഷ്ണകുമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹം പാലക്കാടിലെ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിക്കുക. അദ്ദേഹം കഴിഞ്ഞ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അത്തരത്തിൽ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും പറയുന്നത് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന ഒരു നേതാവാണ് സി കൃഷ്ണകുമാർ. അത്തരത്തിലുള്ള ഒരു നേതാവ് ആ ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഭാഗീയത ചെറിയ കാര്യമല്ല. അവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന നഗരസഭകളിൽ ഒന്ന് പാലക്കാടാണ്. കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലാണ് പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ആ നഗരസഭ ഉൾക്കൊള്ളുന്ന പാലക്കാട് മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവിടെ മറ്റൊരാൾ വരുമ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ ഒരു വിഭാഗീയ പ്രവർത്തനം അല്ലെങ്കിൽ കാലുവാരൽ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ബി ജെ പി അണികൾ തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ മറ്റു നേതാക്കളെ തോൽപ്പിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തൊക്കെയാണെങ്കിലും ബി ജെ പി വലിയ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിലേക്ക് കച്ചയും കെട്ടി ഇറങ്ങുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തുണ്ടാകുമെന്ന്
ആരും പ്രതീക്ഷിക്കുന്നില്ല. BJPക്ക് പോലും ഒരുപക്ഷെ പ്രതീക്ഷ ഉണ്ടാകില്ല. അവർ വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി കളത്തിലേക്ക് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും കേരള ചിലവാകില്ല, വിലപ്പോകില്ല എന്നതാണ് നമുക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.